ഇങ്ങനെ ഗ്രേവിയിലൊക്കെ മുക്കിയിട്ട് ചിക്കൻ്റെ ചെറിയൊരു പീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ 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 ആക്കിയിട്ട് പറഞ്ഞതാണ് പത്തിരി. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് പത്തിരിയാണ്. ഇപ്പൊ നോൽമ്പ് കാലങ്ങളൊക്കെ അല്ലേ, അപ്പൊ കുട്ടികൾക്ക് പത്തിരി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാവുന്നതാണ്. കുറെ കുട്ടികൾ പറയുന്നുണ്ട് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല എന്ന്. ഞാൻ എളുപ്പ പണിയിലാണ് പത്തിരി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ വറുത്ത് പൊടിയാണ്, അരി മേടിച്ച് വറുത്ത് പൊടിയാണ്. നമുക്ക് ആവശ്യത്തിന് ഈ പൊടി എടുക്കാം. പിന്നെ പറയാം, ഈ വറുത്ത പൊടി വന്നിട്ട് പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. പാക്കറ്റിൽ മേടിക്കാൻ കിട്ടിയാലും ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിക്കോളും, പേടിക്കണ്ട. ഇതിന് വേണ്ടത് ഈ വറുത്ത പൊടിയും വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഇത്ര മാത്രമാണ് ഇതിന് വേണ്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു കനമുള്ള പാത്രമായിരിക്കണം വെക്കേണ്ടത്. അത് നോൺ സ്റ്റിക്കിൻ്റെ ആവാം, വേറെ ഏത് പാത്രമാണെങ്കിൽ പാത്രം നല്ല കട്ടി വേണം. കട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇളക്കാൻ ഭയങ്കര റെഡിയായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കണം. അതിലേക്ക് വേണ്ടത് കാണിച്ചു തരാം. ഇത്ര വെള്ളം ഞാൻ ഇതിൽ ഒഴിക്കേണ്ടത് നോക്കുള്ളൂ. ഇതിലിപ്പോൾ 1 ലിറ്റർ വെള്ളമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചോളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് കല്ലുപ്പാവാ പൊടിയുപ്പാവാ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചിലർക്ക് ഉപ്പേ ഇടാണ്ടിരിക്കുക. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതാ നല്ല പോലെ തിളക്കിണ്ട് നോക്കിക്കോളൂ. ഇതുകൊണ്ടല്ലോ ഇങ്ങനെ ഒന്ന് നല്ല വെട്ടി തിളക്കണം. കനമുള്ള പാത്രമാകുമ്പോൾ ഇങ്ങനെ തിളക്കുള്ളൂ. ഇതാ ഇങ്ങനെ നല്ല പോലെ തിളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് ഉപ്പുണ്ടാ നോക്കണം. ഇങ്ങനെ ഉപ്പുണ്ടാ നോക്കുമ്പോൾ ഉപ്പ് ഇതിൽ കറക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. ഇനി നമ്മൾ ഒന്നും നോക്കണ്ട. നമ്മൾക്ക് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുക. എങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് നോക്കിക്കോളൂ. എങ്ങനെ നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ, അളവ് നോക്കിയിട്ട് ഇങ്ങനെ ഇതിൽ ടൈറ്റ് ആകണം. ഇങ്ങനെ നല്ലപോലെ ഒരു തവി വെച്ച് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇത് ഇങ്ങനെ മുറുകണം. കണ്ട തിളക്കിന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാസ് ഒന്ന് കമ്മിയാക്കി വെക്കണം. ഇങ്ങനെ ഇതിനെ ഇളക്കി ചുരുട്ടി കൊണ്ടുവരണം. ഇത്തിരി ലേശമൊക്കെ അടിയിലൊക്കെ പിടിക്കും, പേടിക്കണ്ട, അതൊക്കെ കുഴപ്പമില്ല. ഇത് ഈ പരുവമായിരിക്കണം. നമുക്ക് ഇതുണ്ടല്ലോ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങണില്ലല്ലോ, ഈ മാതിരി ആയിരിക്കണം മുറുക്കാം. നല്ല ടൈറ്റ് വേണം. ഇതാ ഞാൻ അത്ര മാവ് എടുത്തിട്ട് മാവ് വീണ്ടും ഇത്ര മിച്ചമാണ്. മാവ് അളവ് അങ്ങനെയൊന്നും നോക്കണ്ട, ഇതിലാണ് ടൈറ്റ് നോക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗ്യാസ് ഓഫാക്കി വെക്കുക. ഇത് നല്ല കട്ടിയുള്ള പാത്രം ഉള്ളത് കൊണ്ട് ഒന്നും കൂടെ ഇതിൽ വേഗം. മാവിനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഒപ്പമാക്കി വെച്ചതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു പാത്രം, അത് പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഇതിനെ മൂടി വെക്കണം. ഇങ്ങനെ മൂടി വെക്കുമ്പോൾ ഇതിൽ വെള്ളം ഇറങ്ങാണ്ടും കൂടെ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ ഒന്നിങ്ങനെ ആക്കി കൊടുക്കണം. ഇതിങ്ങനെ ഒന്ന് നല്ലപോലെ മൂടി വെക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇതിൻ്റെ ചൂട് ഇത്തിരി ആറിയ ശേഷമേ നമുക്കിനി ഇതിന് കുഴയ്ക്കാൻ പറ്റുള്ളൂ. ഇത് നോക്കിക്കോളൂ. മാവ് ഇങ്ങനെ ഇടത്തിൽ ചൂടോടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിനെ കൊണ്ടെടുത്തിട്ട് നമ്മൾക്കിവിടെ ഒന്നില്ലെങ്കിൽ ഇത് പാത്രത്തിൽ വെച്ച് കുഴക്കാം, ഇല്ലെങ്കിൽ നമ്മൾക്ക് നല്ല ഇങ്ങനെ ടൈലാണ് ഉള്ളു വെച്ച് ടൈലിൽ വെച്ച് കുഴക്കാം. ഞാനിപ്പോൾ ഇത് ടൈലിൽ വെച്ച് കുഴച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. എന്തിൽ വെച്ചിട്ട് വേണമെങ്കിലും നല്ല പോലെ കുഴക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ടൈലിലൊക്കെ വെച്ച് കുഴക്കുമ്പോൾ വേഗം നമുക്ക് പണി നടക്കാനാണ്. ഇത് ഞാൻ ഇവിടെ വൃത്തിയായി കഴുകി തുടച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ എടുക്കണം. ചൂടുണ്ട്, ചൂട് നോക്കിയിട്ട് വേണം നമ്മളാക്കണം. എങ്ങനെ ആക്കിയിട്ട് ഇതിൽ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ വെച്ചോളാം. എന്നിട്ട് ഇതാ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ കുഴക്കണം. ചൂടുണ്ടാവും, പക്ഷെ നമ്മൾ ഈ ചൂടൊന്ന് ഇത്തിരി സഹിക്കണം. കയ്യിലിങ്ങനെ ആവാൻ പാടില്ല, ആ ലെവലിലായിരിക്കണം മാവാക്കൽ. ഇത് കണ്ടില്ല, ഇപ്പൊ തന്നെ നമുക്കിങ്ങനെ തൊടുമ്പോ നല്ല ഇതാവണം. അതിനാണ് നിലത്തിട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ കുഴക്കണം പറയണത്. പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ കുഴ വേഗം ആവില്ല. കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആക്കട്ടെ കുഴച്ചിട്ട്. ഇപ്പൊ ഇത് അരമണിക്കൂറോളം ഞാൻ നല്ല പോലെ കുഴച്ചിട്ടുണ്ട്. എത്ര കുഴക്കണോ അത്രയും നല്ലതാണ്. ഇതാ നോക്കിക്കോളൂ. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് കയ്യിലാവാൻ പാടില്ല, നിലത്ത് ഇതായിട്ടില്ല, ഇങ്ങനെ ഉള്ളിക്ക് പോണം, അങ്ങനെ ഉള്ളിക്ക് പോണം. ഇത്രേ പണിയുള്ളൂ. കുഴക്കാൻ നല്ലൊരു ഇത്തിരി പണിയാണ്. ഇനി ഈസിയാണ്. നമുക്ക് ചപ്പാത്തി പരത്തണ പോലെ പരത്താൻ ഈസിയായിരിക്കും. മതി. നമുക്ക് ഇതിനടുത്ത്
ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഒന്ന് മൂടി വെച്ച് അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിനെയൊക്കെ ബോളാക്കിയിട്ട് ഇനി ഒന്ന് പരത്തിയെടുക്കാം. ഇതിങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ മാവ് എടുക്കണം. പിന്നെ നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ 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 കുഴയ്ക്കുക. ഒരു ഒട്ടണമെന്ന് കണ്ടാൽ നമ്മൾ ഒരു പൊടി ഇതെങ്ങനെ വിതറിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ ഒന്നുകൂടി കട്ടിക്കോളാം. നല്ല പോലെ ഇങ്ങനെ ഉരുട്ടിക്കോളൂ. ഉരുട്ടിയിട്ട് ഇത്തിരി പൊടി ഇതെങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതെങ്ങനെ പൊടി ലേശം ഇട്ടോളൂ. ഇതേപോലത്തെ പലകെടുത്ത് മെല്ലെ പരത്താവോ. പരത്തണത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ഇതേപോലെ നല്ല റൗണ്ടായിട്ട് ഇങ്ങനെ നെയ്സിൽ, അതായത് പരത്തുമ്പോൾ അമർത്തി പരത്താൻ പാടില്ല. അതിനൊക്കെയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇപ്പൊ ഇങ്ങനെയും നമുക്ക് ചുടാം. അല്ല നിങ്ങൾക്ക് ഷേപ്പ് ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പ് ഭംഗി വേണമെങ്കിലോ ഇതേപോലെ ഒരു പാത്രങ്ങളോ ഇതിൻ്റെ പോലത്തെ മൂടികളോ അല്ലെങ്കിൽ പ്ലേറ്റോ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് നോക്കോളൂ. ഇതിങ്ങനെ വെക്കുക. ഇപ്പോൾ നോക്കോളൂ, ഇതിൻ്റെ ഷേപ്പ് വന്നില്ലേ. ഇനി നമ്മൾക്കിതിനെ ഇങ്ങനെ എടുക്കതാ. പത്തിരി ആയില്ലേ. ഇതിനിപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും കുറച്ച് മാവ് എടുക്കുന്നു. എന്നിട്ട് ഒന്നും കൂടെ ഇങ്ങനെ കുഴച്ചാൽ ഇനിയും നമ്മൾക്ക് ഇതിനെ പരത്തിയെടുക്കാം. നോക്കിക്കോളൂ, ഇതുകൊണ്ട് പേടിക്കണ്ട. ഇപ്പോൾ ബോളായില്ലേ, നോക്കിക്കോളൂ. ഇത് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ നോക്കിക്കോളൂ, നല്ല ഷേപ്പ് വന്നില്ലേ. നോക്കൂതാ, നല്ല ഷേപ്പായില്ലേ, കനമൊന്നുമില്ലല്ലോ. അത് നോക്കിക്കോളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈസി അല്ലേ പരത്താൻ. നമ്മളെ പൊടിയൊക്കെ നല്ലപോലെ ഇതിന്ന് ഇത്തിരി തട്ടിയിട്ട് ചപ്പാത്തിനെ പോലെ തന്നെ നോക്കിക്കോളൂ. ഇങ്ങനെ ഇട്ടു. നമുക്ക് എടുക്കുമ്പോൾ ഇതെങ്ങനെ എടുക്കാം, ഇങ്ങനെ ഇടാം. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതേപോലെ ഞാൻ കാണിച്ചു തന്നല്ലോ, ഇതേപോലെ എല്ലാം പരത്തിയെടുക്കുക. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇതിനൊരു നേക്കും വേണം, എന്നാലേ ചെയ്യാൻ പറ്റത്ത. വളരെ നൈസാണ്, പേപ്പറിൻ്റെ അത്ര കനമേ ഉള്ളൂ. നോക്കിക്കോളൂ, എളുപ്പം. ഇത് ഉണ്ടാക്കാൻ തന്നെ എളുപ്പമാണ്. ഇങ്ങനെ ഇട്ടു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് ചൂടാവുന്നതാണ്. ഇത് നോക്കിക്കോളൂ. രണ്ടും ഞാൻ ഇതിൽ എടുത്ത് കാട്ടിത്തരാം. എന്നിട്ടിപ്പോൾ ഇങ്ങനെ ഇട്ടു. ഇത് നോക്കിക്കോളൂ, ഒന്നിന് മേലെ ഒട്ടില്ല. പേടിയാണെങ്കിൽ പോലും ഇങ്ങനെ ഇട്ടോളൂ. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് പരത്തിയിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഇവിടെ പത്തിരി എല്ലാം പരത്തി എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ എല്ലാവരും ദോശക്കല്ലൊന്നും വെക്കാറില്ല. ഇതിൻ്റെ പാത്രമുണ്ട്, ഇതിനൊരു മൺപാത്രമുണ്ട്. മൺപാത്രത്തിലാണ് ചൂടുന്നത്. അത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ദോശക്കല്ലിലും ചൂടാൻ പറ്റും. ഞാനത് ചുട്ട് കാണിച്ചു തരാം. അപ്പോൾ ദോശക്കല്ലൊന്നും വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. എണ്ണ ഒട്ടും പാടില്ല. നല്ലപോലെ നമ്മൾ അതുപോലെ ഒരു തുണിയെടുത്ത് നല്ലപോലെ ഒന്ന് തുടച്ച് എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ചുട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ ഇട്ട വഴിക്ക് ഇഞ്ഞും ഇങ്ങോട്ട് ഒന്ന് മറിച്ചിടണം. ഇതിങ്ങനെ പൊള്ളി വരുമ്പോൾ നമ്മളിത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ എടുത്ത് കറക്റ്റായിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും ഇടുമ്പോൾ ഇത് നല്ല പോലെ ഒന്നിങ്ങനെ തുടച്ചിട്ട് നല്ല പോലെ ഇത് ക്ലീനായിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാൻ. നോക്കിക്കോളൂ, ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ പൊള്ളണം. ഇതാണ് അടയാളം. എന്നിട്ട് നമുക്ക് ഇതും കൊണ്ടൊന്നും എടുക്കാൻ കിട്ടില്ല. എല്ലാം ഇതിലേക്ക് ഇങ്ങനെ തട്ടാനേ പറ്റുള്ളൂ. ഇനി ഇതേപോലെ വൃത്തിയാക്കുക. ഇത്രയും ക്ലീനിങ് ആയിരിക്കണം, എന്നാലേ നമുക്കിത് ചൂടാൻ പറ്റുള്ളൂ. ഇത്ര വൃത്തിയായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എളുപ്പ പണിയാണ് ഇത് ഉണ്ടാക്കാൻ. ആർക്കും കഷ്ടപ്പാടൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി ഇടാം. നമുക്കപ്പോൾ ഇനി ഇതിനെ ടേസ്റ്റ് ചെയ്യാം. ബാബു പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേട കഴിക്കേ. പത്തിരി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിശന്നിട്ടും വയ്യ. നല്ല കാണുമ്പോൾ നല്ല രസമുണ്ട്. നമ്മള് ഷോപ്പ് മറ്റേ ഹോട്ടലിൽ നിന്നും മറ്റുള്ളവരെ കാണുന്ന അങ്ങനെ പൊള്ളം പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് അതാ, അടിപൊളിയാണ്. നമുക്ക് കടയിൽ പോലും ഇങ്ങനെ കിട്ടില്ല, ഹോട്ടലിലും മറ്റുള്ളവിടെ എവിടെയും കിട്ടില്ല. അങ്ങനെ പ്ലേറ്റിലിട്ട് തരും പുഷ്പമ്മ, ഷെഫ് ഇടട്ടെ. അടിപൊളി, തൂക്കാൻ പറ്റുള്ള ഇട്ട് പോണ പോലെ കുറച്ച് ചിക്കൻ കറിയും കൂടി ഒഴുക്കി. അടിപൊളിയായിരിക്കില്ലേ? അടിപൊളി. കഴിച്ചു നോക്കും. പത്തിരി ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, അത്രയും ഫേവറേറ്റ് ആയിരിക്കും എല്ലാവരുടെയും. കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഇനിയിപ്പോൾ ഡിലേ വൈകിക്കുന്നില്ല. അതാ പൊട്ടിനെന്താ ഇങ്ങനെ നൂല് പോലെ വരുന്നുണ്ട, അടിപൊളി. അതിൻ്റെ ഇങ്ങനെ ഗ്രേവിയിലൊക്കെ മുക്കിയിട്ട് ചിക്കൻ്റെ ചെറിയൊരു പീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ 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 ആക്കിയിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ പത്തിരി? ഒപ്പ ചിക്കൻ കറിയും കൂടി ആയപ്പോ അടിപൊളിയായില്ലേ? അലിഞ്ഞിങ്ങനെ ഇറങ്ങണ അറിയില്ല, നല്ല സോഫ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ട്. വറുത്ത പൊടിയാണല്ലോ, നമ്മുടെ പൊടിയാണ്. പത്തിരി പറഞ്ഞതാണ് പത്തിരി, സൂപ്പർ പറഞ്ഞ സൂപ്പർ കാലങ്ങളല്ലേ. ആ ഈ നോമ്പ് സമയത്ത് ഇത് ബെസ്റ്റ് ആയിരിക്കില്ലേ? അടിപൊളിയായിരിക്കും എല്ലാവരും കഴിക്കാനൊക്കെ. അങ്ങനെ ആക്കിട്ട് ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നേ പത്തിരി ഉണ്ടാക്കണം കാണിച്ചു കൊടുക്കണം. അപ്പൊ പിന്നെ അടിപൊളി പറഞ്ഞ അടിപൊളി പത്തിരിയും ചിക്കനും, വേറെ ഒന്നും വേണ്ട. അപ്പൊ അവസാനിപ്പിക്കല്ലേ പുഷ്പമ്മ? എന്തായാലും പുഷ്പമ്മന്റെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ പത്തിരി ഉണ്ടാക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പറയണം. പക്ഷെ ഞാൻ കാണിച്ചു കൊടുത്തില്ല, സിമ്പിൾ. ഇത്ര സിമ്പിൾ ആണ്. എന്താ വെച്ചാൽ എല്ലാവരും ഹോട്ടലിലല്ലേ മേടിക്കാറ്. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സിലൂടെ നമ്മൾ അറിയിക്കുക. അപ്പൊ പുഷ്പമ്മയ്ക്ക് നല്ല സന്തോഷവും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽബട്ടൺ കൊടുക്കണം അടുത്ത കിടക്കാച്ചി വീഡിയോ കാണാൻ. അപ്പൊ പുഷ്പമ്മ കിടിലൻ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും പാടി കിച്ചന്റെ ബൈ.